നമസ്കാരം. ഇന്ത്യൻ വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും വലിയൊരു വിപ്ലവത്തിന് വഴി തുറന്നുകൊണ്ടാണ് അടുത്തിടെ രാജ്യത്തെ ഒരു സ്വകാര്യ പ്രതിരോധ സ്റ്റാർട്ടപ്പ് കമ്പനി തങ്ങളുടെ നിർണായക നേട്ടം കൈവരിച്ചത്. IIT മദ്രാസ് ഇൻക്യുബേറ്റ് ചെയ്ത ഡി പ്രൊപ്പൽസ് എന്ന കമ്പനി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 5 kN എയർ ബ്രീത്തിങ് റൊട്ടേറ്റിംഗ് ഡിറ്റക്ഷണൽ എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. DRDOയുടെ പ്രമുഖ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ വെച്ച് നടന്ന ഈ പരീക്ഷണം വിജയിച്ചതോടെ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തദ്ദേശീയമായ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ രംഗത്ത് ഇന്ത്യ സ്വന്തമാക്കിയ ഈ നേട്ടം ഭാവിയിലെ ക്രൂയിസ് മിസൈലുകൾക്കും ഉയർന്ന വേഗതയുള്ള അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾക്കും പുതിയൊരു കരുത്തായി മാറും. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളിൽ നിന്നും റാംജെറ്റ് എഞ്ചിനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രവർത്തന രീതിയാണ് റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിനുകളിൽ കാണാൻ കഴിയുന്നത്. സാധാരണ എഞ്ചിനുകളിൽ ഇന്ധനം സാവധാനം കത്തിത്തീരുന്ന പ്രക്രിയയാണെങ്കിൽ ആനുലർ കമ്പഷൻ ചേംബറിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സ്ഫോടനാത്മകമായ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം എഞ്ചിനുകളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് എഞ്ചിൻ്റെ താപഗതിക ശേഷി അഥവാ തെർമോഡൈനാമിക്സ് എഫിഷ്യൻസി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി കുറഞ്ഞ അളവിൽ ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ ത്രസ്റ്റ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള തള്ളൽ ശക്തി നിർമ്മിക്കാൻ സാധിക്കും. ഇതിലൂടെ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഭാരം കുറയ്ക്കാനും കൂടുതൽ ദൂരത്തേക്ക് കൂടുതൽ സമയം പറക്കാനും കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നു. DRDO പരീക്ഷണ കേന്ദ്രത്തിൽ നടന്ന ഈ ഹോട്ട് ഫയറിംഗ് വഴി ടെക്നോളജി റെഡിനെസ് ലെവൽ 5 എന്ന സുപ്രധാന ഘട്ടത്തിലേക്ക് എത്താൻ ഭാരതത്തിന് സാധിച്ചു. കേവലം ലബോറട്ടറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ സാങ്കേതിക വിദ്യയെന്നും പ്രായോഗികമായ അന്തരീക്ഷത്തിൽ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മികച്ചൊരു എഞ്ചിൻ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ സാധിച്ചു എന്നുമാണ് ട്രയൽ 5 വിജയത്തിലൂടെ തെളിയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള എഞ്ചിനുകളിൽ കമ്പഷൻ പ്രക്രിയയുടെ സ്ഥിരത നിലനിർത്തുക എന്നത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഈ പരീക്ഷണത്തിലൂടെ ആ പ്രതിസന്ധിയെ അതിജീവിക്കാനും 5 kN ത്രസ്റ്റ് വിജയകരമായി നിലനിർത്താനും ഡി പ്രൊപ്പൽഷന് സാധിച്ചു. ഈ സാങ്കേതിക വിദ്യ പൂർണ്ണതോതിൽ വികസിപ്പിച്ചു കഴിയുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ വ്യാപ്തി അത്ഭുതകരമായ രീതിയിൽ ഉയരും. ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ, വേഗതയേറിയ തന്ത്രപ്രധാനമായ ഡ്രോണുകൾ, ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അൺമാൻഡ് സ്ട്രൈക്ക് സിസ്റ്റങ്ങൾ എന്നിവയിലെല്ലാം ഇത്തരം ഒതുക്കമുള്ളതും കൃത്യതയുള്ളതുമായ എഞ്ചിനുകൾ ഘടിപ്പിക്കാനാകും. വ്യാവസായിക അടിത്തറ ഇല്ലാത്ത ലബോറട്ടറി ഉപകരണത്തിന് ഉപരിയായി 2027 ഡിസംബറോടെ പൂർണ്ണമായും വിമാനങ്ങളിലും മിസൈലുകളിലും ഉപയോഗിക്കാൻ അനുയോജ്യമായ ഫ്ലൈറ്റ് റെഡി എഞ്ചിനുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ പിന്തുണ നൽകുന്നതാണ് ഈ പുതിയ മാറ്റങ്ങൾ. റാംജെറ്റ്, സ്ക്രാംജെറ്റ്, സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾ എന്നിവയിൽ DRDO മുൻപ് തന്നെ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും പ്രൊപ്പൽഷൻ രംഗത്തെ ഏറ്റവും സങ്കീർണവും പുതിയതുമായ മേഖലയാണ് റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ സിസ്റ്റം. ആഗോളതലത്തിൽ തന്നെ വിരലിൽ എണ്ണം കഴിയുന്ന ചില വികസിത രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുൻപ് ഇത്തരം സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇന്ത്യയിലെ ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി തങ്ങളുടെ പേര് കൂട്ടിച്ചേർത്തു എന്നത് രാജ്യത്തെ സ്വകാര്യ പങ്കാളിത്തത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനും ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. വരും കാലങ്ങളിൽ ദൈർഘ്യമേറിയ പരീക്ഷണങ്ങൾ, ഫ്ലൈറ്റ് വാലിഡേഷൻ, അനുയോജ്യമായ വിമാനങ്ങളിലേക്ക് എഞ്ചിൻ ഘടിപ്പിക്കൽ തുടങ്ങിയ നിരവധിയായ ഘട്ടങ്ങൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ആശയപരമായ തലത്തിൽ നിന്നും പ്രായോഗികമായ എഞ്ചിനീയറിംഗ് വികസന ഘട്ടത്തിലേക്ക് സാങ്കേതിക വിദ്യ എത്തിയത് ഭാവി സുരക്ഷിതമാക്കും. ഇന്ധനക്ഷമതയും എഞ്ചിൻ്റെ ഒതുക്കമുള്ള ഘടനയും മിസൈലുകളുടെ രൂപകൽപ്പനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഈ പുതിയ ചുവടുവെപ്പ് ഭാരതീയ വ്യോമയാന മേഖലയിലെ ഒരു നാഴികക്കല്ലും ഭാവിയിലെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന നിമിഷവുമാണ്. വ്യോമയാന പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ എഞ്ചിൻ സാങ്കേതികവിദ്യ നിലവിൽ ലോകത്തിലെ തികച്ചും വിരലിൽ എണ്ണാവുന്ന വൻ ശക്തി രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായുള്ളത്. പരമ്പരാഗത എഞ്ചിനുകളെ അപേക്ഷിച്ച് ഉയർന്ന ഇന്ധനക്ഷമതയും അളവറ്റ പ്രഹരശേഷിയും നൽകുന്ന ഈ സാങ്കേതിക വിദ്യ ഭാവിയിലെ
സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കും. അമേരിക്ക, ചൈന, റഷ്യ, ജപ്പാൻ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് ഈ രംഗത്ത് പ്രാഥമിക പരീക്ഷണങ്ങൾ നടത്തുകയും മികച്ച മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രമുഖ ശക്തികളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയിലൂടെ ഇന്ത്യയും തങ്ങളുടെ പേര് അഭിമാനപൂർവ്വം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ലോകത്ത് ഇത്തരം എഞ്ചിൻ സാങ്കേതിക വിദ്യയുടെ ഗവേഷണത്തിലും വികസനത്തിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ നാവികസേനയുടെ റിസർച്ച് ലബോറട്ടറി, വ്യോമസേനയുടെ റിസർച്ച് ലബോറട്ടറി, പ്രമുഖ ബഹിരാകാശ ഏജൻസിയായ നാസ എന്നിവ ദശാബ്ദങ്ങളായി RDE സാങ്കേതിക വിദ്യയിൽ പരീക്ഷണങ്ങൾ നടത്തി വരുന്നു. നാസ അടുത്തിടെ തങ്ങളുടെ ഡിറ്റനേഷൻ എഞ്ചിനുകൾ വിജയകരമായി പരീക്ഷിക്കുകയും അത് ഭാവിയിലെ ഗ്രഹാനന്തര ദൗത്യങ്ങൾക്കും അതിവേഗ റോക്കറ്റുകൾക്കും ഉപയോഗിക്കാൻ തകരാറില്ലാത്ത വിധം അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ പ്രമുഖ പ്രതിരോധ കരാറുകാരായ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ എന്നിവരും US പ്രതിരോധ വകുപ്പിനായി ഇത്തരം രഹസ്യ പ്രൊജക്റ്റുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസും ചൈനയിലെ വിവിധ സൈനിക ഗവേഷണ സ്ഥാപനങ്ങളും റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ വിജയകരമായി പരീക്ഷിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. റോക്കറ്റ് പ്രൊപ്പൽഷൻ രംഗത്ത് പരമ്പരാഗതമായി വലിയ ചരിത്രമുള്ള റഷ്യയും ഈ മത്സരത്തിൽ ഒട്ടും പിന്നിലല്ല. റഷ്യൻ ശാസ്ത്രജ്ഞർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡിറ്റനേഷൻ കമ്പഷൻ എന്ന ആശയത്തിന് അടിത്തറയിട്ടിരുന്നു എങ്കിലും സമീപകാലത്താണ് ഇതൊരു പ്രായോഗിക എഞ്ചിനായി മാറ്റിയെടുക്കുന്നതിൽ അവർ വിജയം കണ്ടത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസും അവരുടെ പ്രതിരോധ ലബോറട്ടറികളും ചേർന്ന് ലിക്വിഡ് ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിനുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത തലമുറ മിസൈലുകൾക്ക് കൂടുതൽ വേഗതയും ശേഷിയും നൽകാൻ റഷ്യ ഈ സാങ്കേതിക വിദ്യ സജീവമായി ഉപയോഗിക്കുന്നു. ഇവർക്ക് പുറമെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ജപ്പാനും ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ പ്രമുഖ രാജ്യങ്ങളിലൊന്നാണ്. 2021 നാപ്പോയ സർവകലാശാലയിലെ ഗവേഷകരുമായി ചേർന്ന് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ഒരു സൗണ്ടിംഗ് റോക്കറ്റിൽ റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ ഘടിപ്പിച്ച് ബഹിരാകാശത്തേക്ക് വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് ഒരു RDE എഞ്ചിൻ വിജയകരമായി പ്രവർത്തിപ്പിച്ച് കാണിച്ച ലോകത്തിലെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. യൂറോപ്പിൽ പോളണ്ട്, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ സർവകലാശാലകളും പ്രതിരോധ സ്ഥാപനങ്ങളും ഈ സാങ്കേതിക വിദ്യയിൽ മികച്ച ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും പോളണ്ട് ഈ രംഗത്ത് ചില പ്രായോഗിക മാതൃകകൾ വിജയകരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ വൻശക്തി രാജ്യങ്ങളുടെ നിരയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയ സാങ്കേതിക വിദ്യയുമായി കടന്നു വന്നിരിക്കുന്നത്. ലോകത്ത് മിക്ക രാജ്യങ്ങളിലും വൻകിട സർക്കാർ ഏജൻസികളാണ് ഇത് വികസിപ്പിച്ചതെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി ഈ നേട്ടം കൈവരിച്ചു എന്നത് രാജ്യത്തിൻ്റെ സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ വൻശക്തി രാജ്യങ്ങൾ മാത്രം കുത്തകയാക്കി വച്ചിരുന്ന അതിനിർണായകമായ ഒരു പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ സ്വന്തം കാൽവയ്പ് ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആഗോള പ്രതിരോധ രംഗത്ത് വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.